ഫഹദ് ഫാസിലിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ആവേശം. ജിത്തു മാധവ് എന്ന ആൾ ഡയറക്റ്റ് ചെയ്ത പടമാണിത്. ജിത്തു മാധവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം രോമാഞ്ചമായിരുന്നു. അതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലാണ് തിയേറ്ററിൽ ഓടിയിട്ട് 100 കോടിയോളം രൂപ കളക്ഷൻ നേടിയ ഒരു ചിത്രമായിരുന്നു. ഒരു ട്രെൻഡ് സെറ്റർ മൂവിയായിരുന്നു രോമാഞ്ചം. അതേപോലെ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് നല്ല നല്ല ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു പടമാണ് ഈ ആവേശം എന്ന് പറഞ്ഞ മൂവി. ആവേശത്തിലെ നായകൻ ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഈ പടത്തിൽ രംഗൻ എന്ന് പറഞ്ഞ റോള്, ഒരു ഗാങ്സ്റ്റർ റോളാണ് ചെയ്തിട്ടുള്ളത്. ട്രെയിലർ തന്നെ വ്യക്തമാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചെറുപ്പക്കാർ, +2 കഴിഞ്ഞുള്ള ചെറുപ്പക്കാർ ഏവിയേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് പെടുമ്പോൾ ആസ് യൂഷ്വൽ അവിടെയുള്ള റാഗിങ് അതിനായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ സീനിയേഴ്സിനായിട്ടുള്ള ഉടക്കും അടിപിടികളും എല്ലാം നല്ലോണം നേരിടേണ്ടി വരുന്നു. ക്രൂരമായിട്ടുള്ള റാഗിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നു. മർദ്ദനമുറകൾ അവരുടെ മുകളിൽ പ്രയോഗിക്കുന്നു. അപ്പോൾ അത് കാരണം ഈ 3 പേർക്ക് എങ്ങനെയെങ്കിലും ഈ കിട്ടിയ അടി അല്ലെങ്കിൽ കിട്ടിയ റാഗിങ് തിരിച്ചു കൊടുത്തേ പറ്റൂ സീനിയേഴ്സിന്. അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗം അവലംബിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഗാങ്സ്റ്ററെ തപ്പി നടക്കുകയാണ്. ലോക്കൽ സപ്പോർട്ടുള്ള ഒരു ഗാങ്സ്റ്ററെ തപ്പി നടക്കുകയാണ്. അവസാനം അവർ ചെന്നെത്തുന്നത് രംഗൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഫഹദ് ഫാസിലിൻ്റെ അടുത്താണ്. അപ്പോൾ രംഗൻ്റെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കുറേ കാണിക്കുന്നു. പിന്നെ രംഗൻ്റെ മാനറിസങ്ങൾ കാണിക്കുന്നു. രംഗനേതായിട്ടുള്ള കുറച്ച് പിന്നെ ഇമോഷൻസ് ഉണ്ട്, കുറച്ച് സൈക്കോ ബിഹേവിയർ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇത് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഈ ഗാങ്സ്റ്റർ ഇവരെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു. ഇവരെ റാഗ് ചെയ്ത ആൾക്കാർക്ക് തിരിച്ചുള്ള അടിപിടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇവരെ സ്വന്തം അനിയന്മാരെ പോലെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നിരുന്നാൽ കൂടെയും ഈ രംഗൻ ഇവരുടെ ലൈഫിലേക്ക് കയറിയതിന് ശേഷം ഇവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ഈ രംഗനിൽ നിന്ന് രംഗൻ്റെ വഴിയാണ് ഇവർക്കുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഇവർക്കൊരു ഒരു സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയിട്ടുള്ളെങ്കിൽ കൂടെയും തുടർന്ന് അങ്ങോട്ട് ഇവരുടെ പഠിത്തത്തിലെ കാര്യത്തിലാണെങ്കിലും ശരി, ഫ്യൂച്ചറിലാണെങ്കിലും ശരി, ഒരുപാട് ഒബ്സ്റ്റക്കിൾ വരികയാണ് രംഗം കാരണം എന്നുള്ളതുകൊണ്ട് തന്നെ രംഗിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് ചെയ്യുന്നത് ഈ 3 പേരും. അപ്പോൾ ഒഴിഞ്ഞു പോകാൻ നോക്കുമ്പോൾ അതങ്ങനെ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അവസാനം ഒരു കൂട്ട അടിപിടി കാര്യങ്ങളിലൊക്കെ എത്തിയിട്ട് എന്തായി തീരും പടത്തിനകത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം. നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ പടം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർ ജിത്തു മാധവിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തു വെച്ചിട്ടുണ്ട് സുഷിൻ ശ്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പടത്തിൻ്റെ മൂഡ് നിയന്ത്രിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ BGM ആണ്. അത് എന്താണെന്ന് കാണിച്ചു തന്ന പടങ്ങളാണ് കുമ്പളങ്ങി നേഴ്സ്, അതേപോലെ ഭീഷ്മപർവം. ഒരുപാട് നല്ല മൂവികളിൽ അദ്ദേഹത്തിൻ്റെ BGM കാരണം ഒരുപാട് ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പടത്തിൽ ഒരുപാട് എഫർട്ട് അദ്ദേഹം എടുത്തുകയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രംഗനെ കാണിക്കുമ്പോഴുള്ള BGM, രംഗൻ്റെ പാസ്റ്റ് കാണിക്കുമ്പോഴുള്ള BGM, പ്രസൻറ്റ് കാണിക്കുമ്പോഴുള്ള BGM, അതേപോലെ കോളേജിലുള്ള ഇവരുടെ ഹീറോയിസം കാണിക്കുമ്പോഴുള്ള BGM ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോങ്സ് പറയുകയാണെങ്കിൽ ഒരു 8ഓളം സോങ്സ് ഉണ്ട്. എല്ലാം ഒരു 10 ലൈനൊക്കെ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പടത്തിനോട് യോജിച്ച് പോകുന്ന രീതിയിൽ തന്നെ സോങ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ പടത്തിൽ ഒട്ടും ലാഗ് നമുക്ക് ആർക്കും ഫീൽ ചെയ്യില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുത്തു വെക്കാനായിട്ട് ഇതിൻ്റെ എഡിറ്റർ വിഷ്ണു എന്ന ആളാണ്, അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് വർക്കിൻ്റെ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് ആണ്. മാത്രമല്ല ഇതിനകത്തുള്ള DOP, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീർ താഹിറാണ്. സമീർ താഹിറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി സ്കില്ല്, സിനിമാറ്റോഗ്രാഫി സ്കില്ല് അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടത് ആവശ്യമില്ല. നീലാകാശം പച്ചക്കടൽ ഒക്കെ ചെയ്തു വെച്ച ആളാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ സമീർ താഹിറിന് ഈ പടത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. നല്ല കഴിവൂട്ടിയ രീതിയിൽ തന്നെ DOP ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നടിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അതേപോലെ ഫഹദ് ഫാസിലിനെ പോലെ ഉള്ള ആൾക്കാർ, പിന്നെ ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഹിപ്സ്റ്റർ ഗെയിമിംഗ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണ്. അവൻ്റെ അഭിനയമൊക്കെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അതേപോലെ തന്നെ മറ്റ് 2 പേര്, അവരുടെ പേരെന്താണെന്ന് അറിയില്ല, നല്ല രീതിയിൽ തന്നെ ആ 2 പേരും ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ട് ഏവിയേഷൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുന്ന ഈ 3 പിള്ളേരും നല്ല രീതിയിൽ തന്നെ ഈ പടത്തിൽ പെർഫോം ചെയ്തിരിക്കണം എന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പടത്തിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോമാഞ്ചത്തിലൊക്കെ ഉള്ള ഒരാളാണ്, ജിനു ഗോപി എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാൾ ഇതിനകത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. രോമാഞ്ചത്തിൽ ആ ഒരു തലവനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇതിനകത്ത് രംഗൻ അഥവാ നമ്മളെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ശിങ്കിടി അഥവാ ഒരു ബ്ലാക്ക് കാറ്റിനെ പോലെ നിൽക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിനും ഫഹദ് ഫാസിൽ പറയുന്നതൊക്കെ അതേപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന വളരെ മിടുക്കനായിട്ടുള്ള ധൈര്യശാലിയായിട്ടുള്ള ഒരാളാണ് ഈ റോള് ചെയ്ത ജിനു ഗോപി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാരെ ഈ പടത്തിൽ അവർ കൊള്ളിച്ചിട്ടുണ്ട്. ഒട്ടും അരോചകമായിട്ടുള്ള ഒറ്റ സീന് പോലും ഇല്ല, ഒട്ടും ലാഗ് അടിപ്പിച്ചിട്ടില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ 45 മിനിറ്റ് പടം ഉണ്ടെങ്കിൽ പോലും ഈ പടത്തിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും നമുക്ക് പടം ലാഗ് ആയിട്ട് തോന്നില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാനായിട്ട്
ഇതിൻ്റെ എഡിറ്റിംഗ് വർക്കുള്ള ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനം പഠിപ്പിക്കുന്ന ഒരു സീന് പോലും പടത്തിനകത്തില്ല. ക്ലീഷേ എൻഡിങ്ങും അല്ല ഈ പടത്തിനകത്തുള്ളത്. വളരെ മികച്ച രീതിയിൽ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീനുകളാണെങ്കിലും ശരി, ആ എൻഡ് ആണെങ്കിലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എന്നുള്ളൊരു ഒപ്പീനിയനുള്ള ആളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ രോമാഞ്ചൊക്കെ അറിയാം നമുക്ക്. ആ ഒരു സൈലൻസിൽ ഉണ്ടാവുന്ന ഒരു പൊട്ടിത്തെറികൾ, അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്ന സ്പാർക്കുകൾ പോലുള്ള ചെറിയ ചെറിയ രംഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ആ ഒരു തിയേറ്റർ ആംബിയൻസ് നമുക്ക് എന്തായാലും വേണ്ടി വരും. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ് ഈ ആവേശം എന്ന് പറഞ്ഞ പടം. പടത്തിനെക്കുറിച്ച് റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഒരു 9 ഔട്ട് ഓഫ് 10 ആണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് ആവേശം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പോവാം, ഫാമിലിയുടെ കൂടെ പോകണമെങ്കിൽ പോകാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെങ്കിൽ പോകാം. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ, ഈ ഒരു കാലഘട്ടത്തിന് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ നല്ല രീതിയിൽ തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ് ഈ ഈദ് റിലീസിന് വന്നിട്ടുള്ള ആവേശം.